എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതിനുശേഷം ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും കൊടുത്തിരിക്കുന്നു. വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ 100% മാർക്ക് ഉറപ്പാക്കാവുന്നതും കൂടിയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. Structure of microsporangium. Anther consists of cells called sporogenous tissue. ഒരു ആന്തർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 4 മൈക്രോസ്പൊറാഞ്ചിയം കാണുന്നു. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിന് 2 ഭാഗങ്ങളാണ്: സ്പോറജനസ് ടിഷ്യൂ ആൻഡ് ആന്തർ വാൾ ലെയേഴ്സ്. ഈ ആന്തർ വാൾ ലെയേഴ്സ് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ഈ വാൾ ലെയേഴ്സിൽ ഔട്ടർ 3 ലെയേഴ്സ് ഹാവ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. മാത്രമല്ല, they also help in the breaking of anther to release pollen ഷെഡിങ്ങിനത് ഹെൽപ്പ് ചെയ്യുന്നു. മറ്റൊന്ന് ഇന്നർമോസ്റ്റ് വാൾ ലെയർ ടപ്പീറ്റം. അതിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ ഇറ്റ് നൗറിഷസ് ദ ഡെവലപ്പിംഗ് പൊളൻ ഗ്രെയിൻസ്. ഡെവലപ്പ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസിന് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ വാൾ ലെയേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ചിത്രം നിങ്ങൾക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാണ് മൈക്രോസ്പോറോജനസിസ്. മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് മൈക്രോസ്പോറോജനസിസ്. ആസ് ദ ആന്തർ ഡെവലപ്സ് ഈച്ച് സ്പോറജനസ് സെൽ, അല്ലെങ്കിൽ അതിനെ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പൊള്ളൻ മദർ സെൽ എന്ന് പറയും. അവിടെ മിയോസിസ് നടക്കാണ്. അങ്ങനെ മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. ഒരു കൂട്ടം 4 സെല്ലുകളുടെ അവസ്ഥയാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുന്നത്. ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ പൊള്ളൻ മദർ സെൽ ത്രൂ മിയോസിസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജനസിസ്. എന്താണെന്ന് വ്യക്തമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ആസ് ദ ആന്തർ മെച്യൂർ ആൻഡ് ഡീഹൈഡ്രേറ്റ്, ദി മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ് ഫ്രം ഈച്ച് അതർ. ആന്തർ മെച്യൂർ ചെയ്യുന്നതോടുകൂടി അതിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുന്നു. അങ്ങനെ മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ് ചെയ്യാണ്, അവിടെ നിന്ന് ഇങ്ങനെ വേർപ്പെടാണ്. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് പൊള്ളൻ ഗ്രെയിനായിട്ട് മാറുകയാണ്. ഇനി ഈ ഡിഹൈസറായിട്ടുള്ള ആന്തർ ഇവിടെ കൊടുത്തിരിക്കുന്നു. 2 പൊള്ളൻ ചേംബർ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പൊള്ളൻ ഗ്രെയിൻസ് റിലീസ് ആവുന്നതും ഇതിൽ കാണാം. നെക്സ്റ്റ്, പൊള്ളൻ ഗ്രെയിൻ. ആക്ച്വലി പൊള്ളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ഓഫ് 2 വാൾ ലെയേഴ്സ്. അതായത് പൊള്ളൻ ഗ്രെയിൻസിൽ ഔട്ടർ ലെയറിനെ എക്സൈൻ എന്നും അതുണ്ടാക്കിയിരിക്കുന്നത് സ്പോറോ പൊളനിൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. അതായത് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ നോട്ട് ഡീഗ്രേഡഡ് ബൈ എൻസൈം. ഒരിക്കലും എൻസൈംസ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലോ ഒന്നും അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളുടെയോ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യപ്പെടാത്ത ഒരു പദാർത്ഥമാണ് സ്പോറോപൊളനിൻ. ഇത് ഉള്ളതുകൊണ്ട് തന്നെ പൊളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്പോറോപൊളനിൻ. സ്പോറോപൊളനിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അത് ദീർഘകാലം ഫോസിൽ സ്പെസിമെൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് കാരണം. നെക്സ്റ്റ്, ഇന്നർ വാൾ ലെയർ ഓഫ് പൊളൻ ഈസ് കോൾഡ് ഇൻഡൈൻ. ഇൻഡൈൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ലെയർ ഫോം ചെയ്യുകയാണ്. അതിൽ പ്രധാനമായിട്ടും സെല്ലുലോസും പെക്റ്റിനുമാണ് അടങ്ങിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എക്സൈൻ വാൾ ശരിക്കും ഡിസ്കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ അവിടെ ഇവിടെയുമായി ജേം പോഴ്സ് കാണുന്നു. അതിൻ്റെ ഉള്ളിലൂടെയാണ് പൊള്ളൻ ട്യൂബ് പുറത്തു വരുന്നത്. പൊള്ളൻ ജെർമിനേഷനിൽ പൊള്ളൻ ട്യൂബ് പുറത്തു വരുന്നത് അതിലൂടെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇനി ഒരു പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 പ്രധാനപ്പെട്ട സെല്ലുകളാണ്. ഒന്ന് ജനറേറ്റീവ്
സെല്ലും മറ്റൊന്ന് വെജിറ്റേറ്റീവ് സെല്ലുമാണ്. അപ്പോൾ ഈ ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മിക്കവാറും 60% ആൻജിയോസ്പേംസിലും പൊള്ളൻ ഗ്രെയിൻസ് പുറത്തു വരുന്നത് 2 സെൽഡ് സ്റ്റേജിലാണ്. ബാക്കിയുള്ള 40% ആൻജിയോസ്പേംസിലാണ് പൊള്ളൻ ഷെഡറ്റ് 3 സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ അതൊരു ബിഗ്ഗർ സെല്ലാണ്. ഇറ്റ് ഹാസ് എബണ്ടൻറ്റ് ഫുഡ് റിസർവ് ആൻഡ് എ ലാർജ് ഇറഗുലർലി ഷേപ്പ്ഡ് ന്യൂക്ലിയസ്. അങ്ങനെയുള്ള അവസ്ഥയാണ് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ. ഇനി ജനറേറ്റീവ് സെൽ, ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. ഇറ്റ് ഈസ് സ്പിൻഡിൽ ഷേപ്പ്ഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ജനറേറ്റീവ് സെല്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ 2 സെൽഡ് സ്റ്റേജും 3 സെൽഡ് സ്റ്റേജും. 3 സെൽഡ് സ്റ്റേജ് എങ്ങനെയാകുന്നു എന്ന് നമുക്ക് ഇവിടെ നോക്കി അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. കാരണം മെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യാണ്. ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗാമേറ്റ്സും കൂടി അടങ്ങുന്നതാണ് 3 സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. മെഗാസ്പൊറാൻജിയം ഓർ ഓവ്യൂൾ, അതായത് ഒരു ഓവ്യൂൾ എന്ന് പറയുമ്പോൾ അതിനെ മെഗാസ്പൊറാൻജിയം എന്നും പറയും. ഓവ്യൂളിൻ്റെ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഇനി ഈ സ്റ്റോക്ക് ഓവ്യൂൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ ഹൈലം എന്ന് വിളിക്കും. ഒരു ഓവ്യൂളിന് 2 പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എൻവലപ്പ് ഉണ്ട്. അതിനെ ഇൻഡഗ്യുമെൻസ് എന്നാണ് പറയുന്നത്. ഇനി ഓവ്യൂളിലെ ഓപ്പണിംഗ്, അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ. അതിലൂടെയാണ് പൊള്ളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത്. ഈ മൈക്രോപൈലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തെ ചലാസ എന്നും വിളിക്കാറുണ്ട്. മറ്റൊന്ന്, ഈ ഓവ്യൂളിനുള്ളിൽ കുറേ സെല്ലുകൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് ന്യൂസില്ലസ് എന്നാണ് പറയുക. ഇനി ഒരു ഓവ്യൂളിൻ്റെ മെച്ചുർ ഓവ്യൂളിൻ്റെ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എംബ്രിയോസാക്ക് ഓർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് മെഗാസ്പോറോജെനിസിസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ. ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോപൈലാർ പാർട്ടിൽ ഫോം ചെയ്യുന്ന മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർസ് ഉണ്ടാകുന്ന പ്രക്രിയയ്ക്കാണ് മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. A single megaspore mother cell is differentiates in the micropylar region of the nucellus. It undergoes meiotic division to form female gametophyte. അപ്പോൾ ഇവിടെ മിയോസിസ് നടന്നിട്ടാണ് മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചർ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4 മെഗാസ്പോർസാണ് ഇവിടെ ഫോം ചെയ്യുക. ഈ 4 മെഗാസ്പോർസിൽ 3 മെഗാസ്പോർസ് ഡീജനറേറ്റ് ചെയ്യും. ഒരു മെഗാസ്പോർസ് മാത്രമാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 7 സെൽഡ് 8 ന്യൂക്ലിയറ്റ് എംബ്രിയോ സാക്ക് ഫോം ചെയ്യാണ്. ആ ഒരു പിക്ചർ നമുക്കതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് 7 സെൽഡ് 8 ന്യൂക്ലിയറ്റ് എംബ്രിയോസാക്ക് ഫോം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. ഇനി ഒരു എംബ്രിയോസാക്കിൻ്റെ പിക്ചറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രധാനമായും ചലാസൽ റീജിയനിൽ 3 ആൻറ്റിപോഡൽസ്, മൈക്രോപൈലാർ റീജിയനിൽ എഗ് അപ്പാർട്ടസ്. ഇറ്റ് കണ്ടെയ്ൻസ് 2 സൈനർജിഡ് ആൻഡ് 1 എഗ് സെൽ. സെൻട്രൽ പാർട്ടിൽ ഒരു സെൻട്രൽ സെല്ലും അതിനുള്ളിൽ 2 പോളാർ ന്യൂക്ലിയസും അടങ്ങുന്നു. ഇനി ഈ സൈനർജിഡ് നേരത്തെ പറഞ്ഞു, എഗ് അപ്പാർട്ടസിൽ 3 സെല്ലുകളാണ്, 2 സൈനർജിഡും 1 എഗ് സെല്ലും. ഈ സൈനർജിഡിൽ പ്രത്യേകമായിട്ടുള്ള സെല്ലുലാർ തിക്കനിങ്സ് കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാർട്ടസ്. എന്താണിപ്പോൾ ആ ഫിലിഫോം അപ്പാർട്ടസിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ടു ഗൈഡ് പൊള്ളൻ ട്യൂബ്സ് ഇൻ ടു സൈനർജിഡ്. പൊള്ളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. എല്ലാ ന്യൂക്ലിയസും ഹാപ്ലോയിഡാണ്. ഒരു എംബ്രിയോസാക്കിൽ എല്ലാ ന്യൂക്ലിയസും
ഹാപ്ലോയിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. നെക്സ്റ്റ്, പൊള്ളിനേഷൻ. വാട്ട് യു മീൻ ബൈ പൊള്ളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഇറ്റ് ഈസ് കോൾഡ് പൊള്ളിനേഷൻ. പൊള്ളിനേഷൻ 3 വിധത്തിലാണ്: ഓട്ടോഗമി, ഗൈഡ്നോഗമി, സീനോഗമി. ഇവിടെ ഓട്ടോഗമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഒരേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് pollen grains ട്രാൻസ്ഫർ നടക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഗമി. പ്രധാനമായും വയോള, ഓക്സാലിസ്, കൊമ്മലിന തുടങ്ങിയ പ്ലാന്റ്സ് ആണ് ഓട്ടോഗമി കാണിക്കുന്നത്. 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കാസ്മോഗമസ്, അതായത് എക്സ്പോസ്ഡ് ആന്തറും സ്റ്റിഗ്മയുമുള്ള ഫ്ലവറാണ് കാസ്മോഗമസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ക്ലീസ്റ്റോഗമസ് ഫ്ലവേഴ്സ്. ഫ്ലവർ ഡു നോട്ട് ഓപ്പൺ, ഫ്ലവർ ബഡ് ഡു നോട്ട് ഓപ്പൺ എന്നുള്ള കണ്ടീഷനാണ് ക്ലീസ്റ്റോഗമസിൽ. അപ്പോൾ ഓട്ടോഗമി കാണിക്കുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെ പ്ലാന്റ്സിലാണ്? വയോള, ഓക്സാലിസ് ആൻഡ് കമലിന. അത്തരം പ്ലാന്റ്സിൽ 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാസ്മോഗമസും ക്ലീസ്റ്റോഗമസും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന്, ഗൈഡ്നോഗമി. വാട്ട് യു മീൻ ബൈ ഗൈഡ്നോഗമി? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ മറ്റുള്ള ഫ്ലവറുകളിലേക്ക് pollen grains വീഴാണ്, മറ്റുള്ള ഫ്ലവേഴ്സിൻ്റെ സ്റ്റിഗ്മയിലേക്ക് pollen grains വീഴാണ്. അതിനെയാണ് ഗൈഡ്നോഗമി എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണലി ഗൈഡ്നോഗമി ഈസ് എ ടൈപ്പ് ഓഫ് ക്രോസ് പൊളിനേഷൻ, ബട്ട് ഇറ്റ് ഈസ് ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി സിൻസ് pollen grains കം ഫ്രം ദ സെയിം പ്ലാന്റ്. ശരിക്കും ഗൈഡ്നോഗമി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഫങ്ഷണൽ ക്രോസ് പൊളിനേഷനാണ്. അതൊരിക്കലും ജനറ്റിക്കായിട്ടുള്ള ക്രോസ് പൊളിനേഷൻ അല്ല, ജനറ്റിക്കലി ഡിഫറെൻ്റ് പ്ലാന്റ് അല്ല. ഒരേ പ്ലാന്റിലെ പൊള്ളൻ്റെ ജീനോടൈപ്പും സ്റ്റിഗ്മയുടെ ജീനോടൈപ്പും സിമിലർ ആണ്. അതുകൊണ്ടാണ് ഇതൊരു ഫങ്ഷണൽ ക്രോസ് പൊളിനേഷൻ മാത്രമാണ്, ബട്ട് നോട്ട് ജനറ്റിക്കലി എന്ന് പറയുന്നത്. സീനോഗമി. എന്താണ് സീനോഗമി? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെൻറ്റ് പ്ലാന്റ്. മറ്റുള്ള പ്ലാന്റ്സിലേക്ക് അതിലെ സ്റ്റിഗ്മയിലേക്ക് pollen grains വീഴാണ്. അപ്പോൾ അത് ജനറ്റിക്കലി ഡിഫറെൻ്റ് പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെയാണ് സീനോഗമി എന്ന് പറയുന്നത്. സീനോഗമി നടക്കാനായിട്ട് പ്രധാനമായും ചില ഏജൻസ് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ വിൻഡാണ് ഒരു പ്രധാനപ്പെട്ട ഏജൻറ്റ്. അങ്ങനെയാണെങ്കിൽ വിൻഡ് പൊളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഗ്രാസസിലാണ് വിൻഡ് പൊളിനേഷൻ കോമൺ ആയിട്ട് കാണുന്നത്. ചില ഫീച്ചേഴ്സ് എന്ന് പറയാം. pollen grains are light and non-sticky. Lightweight pollen grains are produced in large quantities. Non-sticky ടൈപ്പാണ്, ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പാണ്. They possess well exposed stamens and feathery stigma. എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസും അതുപോലെ തന്നെ ഫെദറി സ്റ്റിഗ്മ അതിവിടെ കാണിച്ചിരിക്കുന്നു. അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. pollen grains-നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം. Such flowers have single ovule in an ovary. അതായത് ഒരു ഒറ്റ ഓവിൾ മാത്രമാണ് ഓവറിയിൽ കാണുന്നത്. മറ്റൊന്ന്, കോൺ ഫ്ലവേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറസ് ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം ഫീച്ചേഴ്സാണ് വിൻഡ് പൊളിനേഷൻ്റേതായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി മറ്റൊന്ന്, വാട്ടർ പൊളിനേഷൻ. വാട്ടർ പൊളിനേറ്റഡ് ഫ്ലവേഴ്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ടും പറയുന്നത്? ഹൈഡ്രല്ല, വല്ലിസ്നറിയ, സോസ്റ്റിറ പോലുള്ള പ്ലാന്റ്സ് ആണ് വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് പറയുന്നത്. അതിൽ ഹൈഡ്രല്ല, വല്ലിസ്നറിയ ഫ്രഷ് വാട്ടർ പ്ലാന്റ്സും സോസ്റ്റിറ മറൈൻ പ്ലാന്റുമാണ്. ഇതിലെ ആദ്യത്തെ ഫീച്ചർ, pollen grains ആർ പ്രൊട്ടക്റ്റഡ് ബൈ വെറ്റിംഗ് ബൈ മ്യൂസിലേജിനസ് കവറിങ്. ഒരു വഴുവഴുപ്പുള്ള പദാർത്ഥം കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ് pollen grains. മറ്റൊന്ന്, ഫ്ലവേഴ്സ് ആർ നോട്ട് വെരി കളർഫുൾ ആൻഡ് ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. ഫ്ലവേഴ്സ് കളർഫുൾ അല്ല, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാട്ടർ പൊളിനേറ്റഡ് പ്ലാന്റ്സ് അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഹൈഡ്രോഫിലസ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഇവിടെ പ്രത്യേകമായി വല്ലിസ്നേറിയുടെ പൊളിനേഷൻ ചോദിക്കാറുള്ളൊരു
ഭാഗം കൂടിയാണ്. വലിയ സിനറിൽ എങ്ങനെയാണ് പൊളിനേഷൻ നടക്കുന്നത്? ഇതിൽ ഫീമെയിൽ ഫ്ലവർ റീച്ചസ് ദ സർഫസ് ഓഫ് വാട്ടർ ബൈ ലോങ് സ്റ്റോക്ക്. വെള്ളത്തിനടിയിലുള്ള ഫീമെയിൽ പ്ലാന്റ് അതിൻ്റെ സ്റ്റോക്ക് പെഡിസൽ ഉയർത്തിക്കൊണ്ടുവരുന്നു, വാട്ടർ സർഫസിലേക്ക് എത്തിക്കുന്നു. ആൻഡ് കളക്ട് ദി പൊള്ളൻ ഗ്രെയിൻസ് ഓഫ് മെയിൽ ഫ്ലവേഴ്സ്. മെയിൽ ഫ്ലവേഴ്സിലെ പൊള്ളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കും വാട്ടറിൽ. അവിടെ നിന്നത് കളക്ട് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും കം ഇൻസൈഡ് വാട്ടർ. ഇത്തരത്തിലുള്ളൊരു പൊളിനേഷൻ രീതിയാണ് വലിയ സിനറിൽ കാണുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി ദ ഫ്ലവേഴ്സ് ആർ പൊളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ് ആൻഡ് വിൻഡ്. അതായത് വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ കൂടി വാട്ടർ ഹയാസിന്തിലും വാട്ടർ ലില്ലിയിലും പൊളിനേഷൻ നടത്തുന്നത് ഒന്നുകിൽ ഇൻസെക്റ്റ് അല്ലെങ്കിൽ വിൻഡിലൂടെയോ ഇൻസെക്റ്റിലൂടെയോ പൊളിനേഷൻ നടക്കുന്നുവെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, എനിമൽ പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഫ്ലവേഴ്സ് ആർ ലാർജ് ആൻഡ് കളർഫുൾ. വലിയ ഫ്ലവേഴ്സും കളർഫുള്ളുമാണ്. ദേ ആർ ഫ്രാഗ്രൻറ്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. നല്ല മണമുള്ളതാണ്. നെക്ടർ, തേൻ്റെ സാന്നിധ്യം അതിൽ കാണുന്നുണ്ട്. ദ സ്മോൾ ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ് ടു മേക്ക് ദം കോൺസ്പിക്കസ്. സ്മോൾ ഫ്ലവേഴ്സ് എല്ലാം ഇൻഫ്ലോറസൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് പാക്ക് ചെയ്തിരിക്കുകയാണ് ഇൻഫ്ലോറസൻസിൽ. ദ ഫ്ലവേഴ്സ് പൊളിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ബീറ്റിൽസ് സെക്രേറ്റ് ഫൗൾ ഓഡേഴ്സ്. ഫ്ലൈസും ബീറ്റിൽസും പൊളിനേഷൻ നടത്തുന്ന ഫ്ലവേഴ്സ് ചില ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ ദുർഗന്ധം അതിൽ നിന്ന് ഉണ്ടാകുന്നു. അത് അത്തരം അനിമൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ ഉപകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇറ്റ് ഈസ് എ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഫോർ ദ ക്രിയേഷൻ ഓഫ് സുപ്പീരിയർ വെറൈറ്റീസ്. സുപ്പീരിയർ വെറൈറ്റീസിനുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇതിന് 3 സ്റ്റെപ്പുകളാണ്: ഇമാസ്കുലേഷൻ, ബാഗിംഗ് ആൻഡ് റീബാഗിംഗ്. ഇവിടെ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തേഴ്സ് റിമൂവ് ചെയ്യാണ്. ഡെയ്സൻസിന് മുമ്പ്, പൊളൻഗ്രെയിൻസ് പൊട്ടി പുറത്ത് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മെച്ചുറാവുന്നതിന് മുമ്പ് ആന്തേഴ്സ് കട്ട് ചെയ്ത് കളയാണ് ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ. അപ്പോൾ ഒരു ബൈസെക്ഷൽ ഫ്ലവറിനെ ഫീമെയിൽ പാരൻ്റായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിലെ ആന്തേഴ്സ് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാഗിങ്, ഒരു പോളിത്തീൻ ബാഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യാണ് സ്റ്റിഗ്മയുടെ മീതെ. അതാണ് ബാഗിങ് എന്ന് പറയുന്നത്. അങ്ങനെ അൺവാണ്ടഡ് പൊള്ളനെ തടയാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഇനി വെൻ ബാഗിങ് ദ സ്റ്റിഗ്മ ഈസ് എ ബാഗ്ഡ്, ദ ഫ്ലവർ അറ്റൈൻസ് റിസെപ്റ്റിവിറ്റി, മെച്ചർ pollen grains collected from anthers of male parents. അപ്പോൾ നമ്മളിവിടെ ഒരു ഫീമെയിൽ ഫ്ലവർ മെച്ചുർ ആവുമ്പോൾ, റിസെപ്റ്റീവ് ആവുമ്പോൾ pollen grains ഡിസൈറബിൾ ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന് ഡസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം സ്റ്റിഗ്മ വീണ്ടും ബാഗിങ് ചെയ്യാണ്. ഇതിനെയാണ് റീബാഗിങ് എന്ന് പറയുന്നത്. ഒരു യൂണിസെക്ഷൽ ഫ്ലവറിൽ ഇമാസ്കുലേഷൻ്റെ ആവശ്യകത ഒരിക്കലും വരുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 3 സ്റ്റെപ്പുകൾ പ്രധാനമായും ശ്രദ്ധിക്കണം: ഇമാസ്കുലേഷൻ, ബാഗിംഗ് ആൻഡ് റീബാഗിംഗ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് ദ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ 2 times. 2 പ്രാവശ്യം ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പെംസിലാണ് ഇതൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അതായത് ഫസ്റ്റ് മെയിൽ ഗാമേറ്റ് എഗ് സെല്ലുമായിട്ട് ഫ്യൂഷൻ നടക്കുന്നു. അങ്ങനെ സൈഗോട്ട് ഉണ്ടാവുന്നു, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നു. ഇതാണ് സിംഗമി എന്ന് പറയുന്നത്. മറ്റൊരു മെയിൽ ഗാമേറ്റ് പോളാർ ന്യൂക്ലിയസുകളുമായി ഫ്യൂഷൻ നടക്കുകയാണ്. അങ്ങനെ പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു, പെൻ ഫോം ചെയ്യുന്നു. ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുക. കാരണം ആ ഫ്യൂഷനിൽ 3 ന്യൂക്ലിയസ് ഇൻവോൾവ് ആകുന്നതുകൊണ്ടാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ടും പെന്നുമാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്സ് ഇൻ ടു എൻഡോസ്പേം. അതായത് പെൻ എൻഡോസ്പമായിട്ട് മാറുകയും സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുകയുമാണ്. ഇത്തരം കാര്യങ്ങൾ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ മുഖ്യമായും ശ്രദ്ധിച്ചു വെക്കേണ്ടതും കൂടിയാണ്. ഫ്രൂട്ട്സിനെ പ്രധാനമായും 3 വിഭാഗമായി തിരിക്കുകയാണ്: ഫോൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട്,
പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇൻ ആപ്പിൾ, സ്ട്രോബെറി ആൻഡ് കാഷ്യൂ ദ തലാമസ് ഡെവലപ്സ് ടു ഫോം ഫ്രൂട്ട്. തലാമസ് ആണ് അവിടെ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ട്രൂ ഫ്രൂട്ട്സിന് എന്താ പ്രത്യേകത? ഫ്രൂട്ട്സ് ഡെവലപ്സ് ഓൺലി ഫ്രം ഓവറി. ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എങ്കിൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഡെവലപ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫ്രൂട്ട് പാർത്തനോകാർപ്പിക് ആണ്. അത്തരം ഫ്രൂട്ട്സിൽ സീഡ്സ് ഉണ്ടാകുന്നില്ല. സീഡ്ലെസ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. നാച്ചുറൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ് ബനാന. ഇനി ഹോർമോണൽ അപ്ലിക്കേഷൻ കൊണ്ട് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതും ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഡൈക്കോട്ട് എംബ്രിയോൻ്റെ ഘടനയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഒരു എംബ്രിയോണൽ ആക്സസും അതുപോലെ 2 കോട്ട്ലിഡനുമാണ് പറയുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് നോക്കി മനസ്സിലാക്കുക, എപ്പി കോട്ടൈൽ റീജിയൻ, അതുപോലെ തന്നെ ഹൈപ്പോ കോട്ടൈൽ റീജിയൻ, അതുപോലെ അതിൽ പ്ലൂമ്യൂളിൻ്റെ സ്ഥാനവും അതുപോലെ റാഡിക്കലിൻ്റെ സ്ഥാനവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പ്രധാനമായിട്ടും എക്സാമിനേഷന് ലാബിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. അതുപോലെ ഒരു ഗ്രാസ് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ, അതിൽ പ്രത്യേകമായിട്ട് സ്കുട്ടെല്ലം എന്ന് പറയുന്ന ഒരു പാർട്ട് ലാബിൽ ചെയ്യാനായിട്ട് വരാറുണ്ട്. ഷൂട്ട് എപ്പെക്സിനെ കവർ ചെയ്യുന്ന കോളിയോപ്റ്റൈൽ, അതുപോലെ എപ്പിബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഭാഗവും, മറ്റൊന്ന് റാഡിക്കിളും റൂട്ട് ക്യാപ്പും കോളിയോറൈസയും പോലുള്ള ഭാഗങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ പിക്ചറും ലേബൽ ചെയ്യാനായിട്ടാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ഒരു മോണോക്കോട്ട് സീഡ്, അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ട് അലിറോൺ ലെയർ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ പ്ലൂമ്യൂളും അതിനെ കവർ ചെയ്തിരിക്കുന്ന കോളിയോപ്റ്റൈലും, അതുപോലെ റാഡിക്കിളും അതിനെ കവർ ചെയ്തിരിക്കുന്ന കോളിയോറൈസയും ഇതിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. Previous questions and answers. The development of pollen grains in angiosperm is called, and answer microsporogenesis ആണ്. ശ്രദ്ധിക്കുക. Which of the following part in a flower is haploid? അതിൽ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സൈനർജിഡ് ആണ് അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ഒരു ആന്ത്രൻ്റെ വാൾ ലെയേഴ്സ് ലേബൽ ചെയ്യാനുള്ള പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കി ലേബൽ ചെയ്യുക. മൂന്നാമത്തെ പിക്ചർ ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോ പാർട്ടും ലേബൽ ചെയ്യണം. പ്ലൂമ്യൂൾ, കോട്ടിലഡൻസ്, ഹൈപ്പോകോട്ടൈൽ, റാഡിക്കിൾ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. വാട്ട് ഈസ് മെൻ ബൈ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്? ഒരു മെഗാസ്പോറിൽ നിന്ന് 7 സെൽ ഡേറ്റ് ന്യൂക്ലിയറ്റ് എംബ്രിയോസാക്കി ഫോം ചെയ്യാണ്. ഇതാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കാം. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആർ സീഡ്ലെസ് നോൺ ആസ്, ഇതിലേതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? പാർത്തനോകാർപ്പി. സച്ച് ഫ്രൂട്ട്സ് ആർ പാർത്തനോകാർപ്പിക്. നെക്സ്റ്റ്, യു ആർ സപ്ലൈഡ് വിത്ത് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ഇപ്പം മെയ്സ്, വലിസിനറിയ, റോസ്. ഇവിടെ 2 ചോദ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഡിഫറൻഷ്യേറ്റ് ദ ടൈപ്പ് ഓഫ് പൊളിനേഷൻ, അതുപോലെ തന്നെ അത്തരം പൊളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻസ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. മെയ്സിലാണെങ്കിൽ വിൻഡ് പൊളിനേഷനും, വല്ലിസിനറിയയിൽ വാട്ടർ പൊളിനേഷനും, റോസിൽ ഇൻസെക്റ്റ് പൊളിനേഷനുമാണ്. ഇനി വിൻഡ് പൊളിനേഷൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ വല്ലിസിനറിയയിലെ വാട്ടർ പൊളിനേഷൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. അത് നോക്കുക. അതുപോലെ ഇൻസെക്റ്റ് പൊളിനേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ഇവിടെ ആന്ത്ര് വാൾ ലെയേഴ്സ് ലേബൽ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് ലേബൽ ചെയ്ത് പഠിക്കുക. മറ്റൊന്ന്, ഇവിടെ ഫ്രൂട്ട്സിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട് ഏതാണ്? അതിന് എക്സാമ്പിൾ പറയാനാണ്. ബനാനയാണ്. അതുപോലെ തന്നെ എങ്ങനെ ഇത് ഇൻഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരം ഫിനോമിനൻ എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും, ഹോർമോൺ ആപ്ലിക്കേഷൻ കൊണ്ട് അത് സാധിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അത് കൊടുക്കുക. നെക്സ്റ്റ്, ഒരു ഗ്രാസ് എംബ്രിയോയുടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ലേബൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സിംഗിൾ കോട്ട്ലിഡൻ, സ്കുട്ടെല്ലം, അതുപോലെ കോളിയോപ്റ്റൈല്, കോളിയോറൈസ, റൂട്ട് ക്യാപ്പ്, ഇങ്ങനെ എപ്പിബ്ലാസ്റ്റ്, നിരവധി കാര്യങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അത് ലേബൽ ചെയ്യാനായിട്ട് അറിയേണ്ടത് കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്.
മറ്റൊന്ന്, ഒരു ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്ത് അതിൽ ഓട്ടോഗമി, ഗൈഡനഗമി തുടങ്ങിയ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ചെയ്യുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ മിക്കവാറും ഫോക്കസ് പോയിന്റിലെ കാര്യങ്ങളെല്ലാം വിശദമായി പരിചയപ്പെട്ട് കഴിഞ്ഞു. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.